അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ കാത്തിരുന്ന ദിവസത്തേക്കാണ്. എങ്ങോട്ടാ പോണ് പറയൂ. ബേബിനെടുക്കാനാ? ഇന്ന് ഞങ്ങൾ അഡ്മിറ്റിന് വേണ്ടി പോവുകയാണ്. 18-ാം തീയതിയാണ് അതിൻ്റെ ഡേറ്റ് വരുന്നത്. ഞങ്ങൾ 16-ാം തീയതി തന്നെ അഡ്മിറ്റിന് പോവാണ്. ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. പെരിന്തൽമണ്ണ നഴ്സിംഗ് ഹോമിലാണ് ഞങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ ചെന്ന ഉടനെ തന്നെ റൂമൊക്കെ സെറ്റ് ചെയ്ത്. ഹലോ ഗെയ്സ്, ഇതാണ് ഞങ്ങളെ റൂം അല്ലേ? നിങ്ങൾക്ക് ബേബിനെ വാങ്ങാൻ വന്നതാ? റൂമൊക്കെ ഒന്ന് ഫുള്ളായി നമുക്ക് കാണാം. അത്യാവശ്യം നല്ല സൗകര്യമൊക്കെ ഉള്ള റൂമാണ്. ഞങ്ങൾ ഡിലക്സ് റൂമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. കുട്ടികളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ കുറച്ച് സൗകര്യമുള്ള റൂമാണ് എടുത്തത്. റൂമിൽ ചെന്നുടനെ ഞങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. ഡ്രസ്സും കാര്യങ്ങളെല്ലാം ഞങ്ങൾ കബോർഡിൽ സെറ്റ് ചെയ്തു. കുട്ടികളും കൂടെ ഉള്ളതുകൊണ്ട് തന്നെ അവരുടെ ഒരുപാട് സാധനങ്ങളും അതുപോലെ മോനിക്ക് എക്സാമും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു, ലഗേജ് ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്തു. ഇങ്ങനെ 2 പാർട്ടായിട്ടാണ് വരുന്നത്. ഒരു ടോയ്ലറ്റ്. നിങ്ങൾക്ക് എന്തൊക്കെ സർപ്രൈസ് ഉണ്ട്. വരും സർപ്രൈസ്. ബാഗിൽ നോക്ക്. രണ്ടാക്കുണ്ട്. രണ്ടാൾക്കുണ്ട്. കിട്ടിയാ? എന്താണ് സാധിക്ക? എന്താണ്? ഓപ്പൺ ചെയ്യൂ. സൂപ്പറാ. അടിപൊളിയായോ സർപ്രൈസ്? നോക്കട്ടെ സാധി. ഇതാ അന്നത്തെ അങ്ങനത്തെ അല്ലല്ലോ. അവരറിയാതെ ഞാൻ അവർക്ക് വേണ്ടി ഓർഡർ ചെയ്ത 2 പ്രൊഡക്ട്സാണത്. ഹോസ്പിറ്റലിലൊക്കെ വരുമ്പോൾ അവർക്ക് ബോറടിക്കുമ്പോഴൊക്കെ ടൈം പാസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ വന്നിട്ടാണ് അത് കാണുന്നത്. പിന്നെ ഇവിടെ ഒരു ഷെൽഫ് വരുന്നുണ്ട്. അതുപോലെ ഇവിടെ തന്നെ ഒരു ടോയ്ലറ്റ്, വാഷ് ബേസ്. പുറത്തേക്ക് എടുത്തളാ, എനിക്ക് ഇടാനല്ലേ. ശരി. മയക്ക് നോക്ക്. ഓക്കെ. നോമ്പും ആയതുകൊണ്ട് തന്നെ വൈകുന്നേരം ആയാൽ അതിൻ്റെയൊക്കെ ഒരുക്കത്തിലുമാണ്. വീഡിയോസൊന്നും ഒരുപാട് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ എടുത്ത വീഡിയോ വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അൽഹംദുലില്ലാ, മാഷാ അല്ലാ. 9 മാസത്തോളമായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നമ്മളെ പുതിയ അതിഥി എത്തിയിട്ടുണ്ട്.
നോർമൽ ഡെലിവറി ആയിരുന്നു, പെൺകുഞ്ഞാണ്. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ലാതെ എല്ലാം റാഹത്തായി കഴിഞ്ഞ് എല്ലാവരും ഹാപ്പിയാണ്. ഞാനും മോളൊക്കെ ഓക്കെയാണ്. അപ്പോൾ പിറ്റേ ദിവസമാണ് കേട്ടോ ഗൈസ്, നമുക്ക് മോർണിംഗ് വൈബ് ഒന്ന് ആസ്വദിക്കാം. രാവിലെ തന്നെ അപ്പോൾ ഉപ്പച്ചിയും മോളൊക്കെ കളിച്ച് കിടക്കുകയാണ്. അവളുടെ കളിയൊക്കെ കഴിഞ്ഞിട്ട് താത്തയും അനിയത്തിയും കൂടി ഉറങ്ങിയിട്ടുണ്ട്. എന്നെ ഔട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ സ്ഥലത്താണ് രണ്ടുപേരും ഉറങ്ങണം. അപ്പോൾ 4 ദിവസത്തിന് ശേഷം നമ്മൾ ഹോസ്പിറ്റലിൽ വിടുകയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.